ഇത്രയും കാലമായിട്ട് ഒരുപാട് ആളുകൾക്കും അറിയാതെ പോയ വാട്സപ്പിലെ ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ചാറ്റോ അല്ലെങ്കിൽ ഗ്രൂപ്പോ എടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റിക്കർ. ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് എഴുതുന്ന ആ ഒരു ഭാഗത്ത് സ്റ്റിക്കർ കാണാൻ സാധിക്കും. ഈ സ്റ്റിക്കറിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമോജും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു സെറ്റിങ്സ് ആണ്. ഇവിടെ ഈ ഒരു സെർച്ച് ബാർ ഉണ്ടല്ലേ, ഈ ഒരു സെർച്ച് ബാർ പലർക്കും എന്തിനാണെന്ന് ആർക്കും അറിയില്ല. അത് നല്ലൊരു ഉപകാരപ്പെടുന്നൊരു സെറ്റിങ്സ് ആണ്. കാണിച്ചു തരാം. അതിനായിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റിക്കർ എന്ന ഭാഗത്തേക്ക് ടിക്ക് മാർക്ക് ഒരു സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇനിയാണ് ഈ ഒരു സെർച്ച് ബാർ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ സെർച്ച് ബാർ ഉപയോഗിക്കുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഞാനിപ്പോൾ താൽക്കാലികം ഇവിടെ മലയാളം എന്ന് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് ഒന്ന് എനേബിൾ ആക്കി കൊടുക്കണം. ഒന്ന് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മലയാളത്തിൽ എഴുതിയ സ്റ്റിക്കർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഓരോന്ന് മലയാളം. അതുപോലെ തന്നെ കണ്ടില്ലേ, വീട്ടിലിരുന്ന് ഓണം, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. സംഗതി ഒരുപാട് സംഗതികളുണ്ട്. കണ്ടില്ലേ, ചിരുപുറം എന്തൊക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റിക്കറുകൾ. ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിലെ ഹോട്ട്സ്പോട്ട് വഴി ആയതുകൊണ്ടാണ് ഒരു ലാഗ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിക്കർ ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് നിരവധി സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കാര്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് സംഗതികളുണ്ട്. ഇനി വീണ്ടും ഞാൻ ചെയ്യുന്നത്, അതിപ്പോൾ ഓട്ടോമാറ്റിക് അതിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞിട്ടുള്ളത് അതങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ ഞാനൊരു സംഗതി എഴുതുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. നീ വരുന്നില്ല എന്ന് ഞാൻ മലയാളത്തിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റിക്കർ വന്നിട്ടുണ്ട്. നീ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായ രൂപത്തിലുള്ള കുറച്ച് സ്റ്റിക്കറിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഇങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നേരത്തെ ഞാനിപ്പോൾ മലയാളം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്ത് ഇവിടെ സ്റ്റിക്കറിൻ്റെ ഭാഗത്തായിരുന്നു. നേരെ ഗിഫ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ട്രെൻഡിങ് ആയി കിടക്കുന്ന ഒരുപാട് മലയാളത്തിലുള്ള ഒരുപാട് ഗിഫുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിക്കറുകളും ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങളിവിടെ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇതുപോലെ ഇമോജികൾ ഒരുപാട് ഇങ്ങനെ തപ്പിയിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, ഈ ഒരു സ്റ്റിക്കർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഇതുമ്പോൾ തൊടുന്ന സമയത്താണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുക, സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇനി ഇമോജി എന്ന ഭാഗത്തേക്ക് വീണ്ടും ആക്കി കൊടുത്തതിന് ശേഷം ഇനി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഉദാഹരണത്തിന് ഹാപ്പി എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇമോജികൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. ഇനി ഒരുപാട് നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല.